الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഭക്തരായി ഭയപ്പാടോടുകൂടി ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് സ്വർഗം നേടുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കളെക്കുറിച്ചും അവർക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന മഹത്വത്തെ സംബന്ധിച്ചുമെല്ലാമായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എണ്ണിയാൽ തീരാത്ത ആ അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ്, അലങ്കാരമാണ്, അമാനത്താണ് നമ്മുടെ മക്കൾ, സന്താനങ്ങൾ എന്ന് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മക്കൾ, രക്ഷിതാക്കളുടെ പങ്ക് എന്ന ക്യാപ്ഷനിൽ ഞാനൊരു ഖുതുബ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നിർവഹിച്ചിരുന്നു. അത് ഞാൻ ഇന്ന് പറയുന്നതിൻ്റെ ആമുഖമായി ഏറ്റവും പ്രധാനപ്പെട്ട വശമായി നിങ്ങൾ മനസ്സിലാക്കുവാൻ ആ ലിങ്ക് പ്രയോജനപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഭാഗങ്ങളൊന്നും തന്നെ ഞാൻ ഇന്ന് പറയുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നില്ല. ഒരാൾ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ ബന്ധുക്കളും കുടുംബക്കാരും കൂട്ടുകാരുമെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിശേഷങ്ങളൊന്നുമായില്ലേ? എന്താ ഇത്രയും താമസിക്കുന്നത്? എന്താ ഒരു കുട്ടികളൊന്നും ഉണ്ടാവാത്തത് എന്ന ചോദ്യം വിവാഹത്തോട് അനുബന്ധമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെങ്കിലും അത് നമ്മുടെ മാത്രം പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സൗഭാഗ്യം കൂടി അതിലുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ
49-50 വചനങ്ങളിൽ അക്കാര്യം പറയുന്നുണ്ട്. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ വയജ്അലു മൻ യശാഉ അഖീമ. അല്ലാഹു ചില ആളുകൾക്ക് ആൺകുട്ടികളെ നൽകും, ചില ആളുകൾക്ക് പെൺകുട്ടികളെ നൽകും, ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊണ്ട് നൽകും. ചില ആളുകളെ അള്ളാഹു വന്ധ്യകളാക്കി മാറ്റും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള തീരുമാനപ്രകാരമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സൗഭാഗ്യത്തിന് അർഹരായി തീരാൻ സാധിക്കുകയുള്ളൂ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വിഷമം അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിന് മാത്രം വലിയ പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ സ്വാലിഹായ മക്കളെ നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സൗഭാഗ്യമാണ് മക്കൾ എന്നതിനാൽ വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്ന് പറയുന്ന സൗഭാഗ്യം. വിശുദ്ധ ഖുർആൻ പറയുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കൾ എന്നാണ്. അതുപോലെ 8-ാം അധ്യായം സൂറത്തു അംഫാലിൽ അല്ലാഹു പറയുന്നത് വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമ്പത്തുക്കളും സന്താനങ്ങളും ഫിത്നയാണ്, നാശമാണ് എന്നും പരീക്ഷണമാണ് എന്നും ആ ഫിത്ന എന്ന പദത്തിന് അവിടെ അർത്ഥം പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓതിവെച്ച നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സൂറത്തു തഗാബുനിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും ഫഹ്ദറൂഹും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അവരോട് നല്ല നിലയിൽ വർത്തിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെയാണ് എങ്കിൽ നിങ്ങൾക്കതിനെ ഉപകാരപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് ആ വചനത്തിലും അല്ലാഹു പറയുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നത് സൂറത്ത് അഹ്ഖാഫിലെ 17-ാമത്തെ വചനത്തിൽ പറയുന്നു വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ അതഇദാനിനി അൻ നുഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറയുന്നു മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് രണ്ടുപേർക്കും നാശമുണ്ടാകട്ടെ, ഇതിനു വേണ്ടിയാണോ നിങ്ങൾ മരണാനന്തരം ഒരു ജീവിതമുണ്ടാകും എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ ഭയപ്പെടുത്തുകയാണോ, ഭീഷണിപ്പെടുത്തുകയാണോ? വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി, ഇതിനു മുമ്പ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, എത്ര ആളുകൾ മരണപ്പെട്ടു പോയി, ആരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് ധിക്കാരഭാവത്തിൽ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കുട്ടിയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വചനങ്ങളിലൂടെയെല്ലാം മക്കൾ എന്ന് പറയുന്നത് സൗഭാഗ്യമാണെങ്കിലും നമ്മുടെ കരുതലാണെങ്കിലും നമ്മുടെ അലങ്കാരമാണെങ്കിലും വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാവണം അവരെ കാണേണ്ടതും അവരെ പോറ്റി വളർത്തേണ്ടതും എന്നതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മളും ആലോചിക്കേണ്ടതാണ്, ഈ മക്കൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് താങ്ങും തണലുമാവേണ്ടവരാണ്. ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് താങ്ങും തണലുമാവേണ്ടവരാണ്. നാം ഒന്ന് ആലോചിച്ചു നോക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ് എങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമോ? ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ശ്രദ്ധയിൽ എൻ്റെ മക്കൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അവർ പ്രാപ്തരാണോ? എൻ്റെ മയ്യത്ത് കട്ടിൽ പള്ളിയിലേക്ക് ചുമന്നു കൊണ്ടുപോകുവാനും ആ മയ്യത്തിന് ഇമാമായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി അതിലെ തക്ബീറുകളിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ ചൊല്ലുവാനും അവർക്ക് സാധിക്കുമോ? അതിനുശേഷം ഖബറിന്റെ അടുക്കൽ ചെന്നുപോയി പിന്നീട് കാണാത്ത വിധത്തിൽ ആ മീസാൻ കല്ലും മണ്ണുമെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം
അവിടെ വെച്ചുകൊണ്ട് തസ്ബീത്ത്, അതിൻ്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലാൻ എൻ്റെ മക്കൾക്ക് സാധിക്കുമോ? പിരിഞ്ഞു പോന്നതിന് ശേഷം അവർ ഈ ദുനിയാവിൽ, അഥവാ ഈ മക്കൾ ഈ ദുനിയാവിൽ എത്ര കാലം ജീവിക്കുന്നുവോ അക്കാലം അത്രയും എന്നെ ഓർക്കാനും എൻ്റെ ഖബറിന്റെ അടുക്കൽ വരുവാനും അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരിൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹു ലനാ വലക്കും അൽ ആഫിയ എന്ന് പ്രാർത്ഥിക്കുവാനും എൻ്റെ മക്കൾക്ക് സാധിക്കുമോ? നാം എല്ലാവരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നാം ഉത്തരം കണ്ടെത്തേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ദുനിയാവിൽ അവർ ഉപകാരപ്പെടുന്നവരാകും എന്ന് നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കിയതുപോലെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞതിൽ ഒന്ന് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ കരുതലോടെയും ശ്രദ്ധയോടെയുമായിരിക്കണം നാം ഈ കുട്ടികളെ പോറ്റി വളർത്തേണ്ടത്. ഖുർആൻ 2 കുട്ടികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ കുട്ടികളിൽ ഒന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ കൻആനാണ്. ആ തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, വാപ്പയിൽ വിശ്വസിച്ചിട്ടില്ല, അങ്ങനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആ കുട്ടി ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പൊങ്ങി ആ തൂഫാനിൽ നശിക്കാറാകുന്ന സമയത്ത് വാപ്പ പറഞ്ഞു, യാ ബുനയ്യർകബ് മാനാ, മോനെ എങ്ങോട്ട് കേറിക്കോ, ഈ കപ്പലിലേക്ക് കേറിക്കോ, വേറെ എവിടെ പോയാലും നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടും ആ കുട്ടി പറഞ്ഞ മറുപടി ഖാല സആവി ഇലാ ജബലിൻ യഅ്സിബുനി മിനൽ മാ, എന്നെ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഏതെങ്കിലും മലമുകളിൽ ഞാൻ പോയി രക്ഷപ്പെട്ടോളാം, എന്നാലും നിങ്ങളെ കൂടെ ഞാനില്ല വാപ്പ എന്ന് ധിക്കാരത്തോടു കൂടി പറഞ്ഞ ഒരു മകനെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വേറൊരു മകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട് നിന്നെ അറുക്കണമെന്ന്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് മകനെ എന്ന് ചോദിച്ചപ്പോ ആ മകൻ പറഞ്ഞ മറുപടി യാ അബ്തി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. വാപ്പാ, പടച്ച റബ്ബാണോ കൽപ്പിച്ചത് എങ്കിൽ ആ കൽപ്പന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക, നാളെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നതാണ്. ഇതിലേത് മകനാണ്, ഏതു മക്കളാണ്, ഏത് മകളാണ് നമ്മുടെ മകളും മകനുമായി തീരേണ്ടത് എന്ന് നാം തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ മക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവൻ ജൂതനാകണമോ, അവൻ ക്രൈസ്തവനാകണമോ, അവൻ തീയാരാധകനാകണമോ എന്നതൊക്കെ ഈ മാതാപിതാക്കൾ എങ്ങനെയാണോ അവരെ പരിശീലിപ്പിക്കുന്നത് അതിനനുസരിച്ച് കൊണ്ടാണ് അവർ ആയിത്തീരുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടതാണ്. വളരെ കാര്യമായും നാം ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒന്ന്, നമ്മിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാവണം എന്നതാണ്. നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന കുട്ടി ജനിച്ചതിന് ശേഷമല്ല, കുട്ടി ജനിക്കുന്നതിന് മുമ്പും വേണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രവാചകൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാൻ മാ റസഖ്തനാ. അവിടുന്ന് തുടങ്ങണം. കുട്ടികൾ നന്നാകാനുള്ള പ്രാർത്ഥന അവിടുന്ന് തുടങ്ങണം, ആത്മാർത്ഥമായ പ്രാർത്ഥന. അങ്ങനെ അവർക്ക് ഗർഭധാരണം നടക്കുകയും കുട്ടിയുണ്ടാവുകയും ചെയ്താൽ ആ കുട്ടിക്ക് പിശാചിന്റെ ദോഷബാധയുണ്ടാവുകയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം അവന്റെ പ്രാർത്ഥന പിന്നീട് എന്താ? പടച്ചവനെ, കുട്ടികളില്ലാത്തവരാണെങ്കിൽ തന്നെ അവരുടെ പ്രാർത്ഥന പടച്ചോനെ ഒരു കുട്ടിനെ തരണം എന്നതല്ല, പടച്ചോനെ എനിക്ക് കുട്ടിയില്ല, വിഷമത്തിലാണ്, കുട്ടിനെ തരണം എന്നതല്ല.
സക്കരിയ നബിയുടെ പ്രാർത്ഥന ഖുർആൻ പറയുന്നു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ. മറിയം ബീവിയുടെ അടുക്ക പോയപ്പോ മറിയം ബീവി അവിടുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ആരും എത്തിച്ചു കൊടുത്തതല്ല, അവിടേക്ക് സ്വമേധയായി എത്തിച്ചേർന്നതാണ്. എവിടുന്ന് കിട്ടി നിനക്കിത്? അന്നാലക്കി ഹാദാ, എവിടുന്ന ഈ ഭക്ഷണം കിട്ടിയത്? പടച്ചോൻ തന്നതാണ് എന്ന് പറഞ്ഞപ്പോ ആ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയും കറാമത്ത് പ്രകടമാക്കിയിട്ടുള്ള ആ മറിയം ബീവിയോട് പ്രാർത്ഥിച്ചില്ല, എന്നാൽ എനിക്കൊരു കുട്ടിനെ തരണട്ടോ, ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, എന്നോട് ഞാൻ പറയുന്ന ഒരു കുട്ടിയെ എനിക്ക് വേണം എന്ന് മറിയം ബീവിയോടല്ല, മറിയം ബീവിക്ക് ഈ സഹായം നൽകിയിട്ടുള്ള ആദരവ് നൽകിയിട്ട് റബ്ബിനോട് സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എനിക്കൊരു കുട്ടിനെ വേണം. കുട്ടിനെ തന്നാ മാത്രം പോരാ, ദുർരിയതൻ ത്വയ്യിബതൻ, നല്ല കുട്ടിയാവണം, ത്വയ്യിബത്തായ കുട്ടിനെ വേണ്ടി. അപ്പോ വിവാഹം കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ദുർരിയതൻ ത്വയ്യിബതൻ. ആ പദം വളരെ പ്രാധാന്യമേറിയതാണ്. നല്ല കുട്ടിനെ വേണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചോനെ 90 വയസ്സായിട്ടുണ്ട്, എങ്ങനെങ്കിലും ഒരു കുട്ടിനെ തന്നാ പോരാ, ഏതെങ്കിലും കോലത്തിലുള്ള ഒരു കുട്ടിനെ കിട്ടിയാ പോരാ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ വേണം റബ്ബേ. 90 വയസ്സായിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ വേണം റബ്ബേ എന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി വ ഇസ്മായിൽ വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉ ദുആ. ആ കുട്ടികളെ തന്നപ്പോ അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വ മിൻ ദുർരിയതി. പടച്ചോനെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരാക്കണം, മക്കളെ അങ്ങനെ ആക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ സദാചാര ബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ധാർമ്മിക ചിന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതൊക്കെ ഖുർആൻ പഠിപ്പിച്ചുള്ള കാര്യമാണ്. ഇനി അവരെ മുസ്ലിമായി ജീവിക്കാൻ പഠിപ്പിക്കുക മാത്രം ചെയ്താൽ പോരാ, മുസ്ലിമായി മരിക്കാനും പഠിപ്പിക്കണം. രക്ഷിതാക്കളുടെ പങ്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാതാപിതാക്കളോട് മക്കൾ ഏത് രൂപത്തിൽ വർത്തിക്കണം എന്ന് പറഞ്ഞു. ആ മക്കൾ അങ്ങനെ ആയി തീരണമെങ്കിൽ ഈ മക്കളെ എങ്ങനെ കാണണം? അവരെ ജീവിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ, മരിക്കാനും പഠിപ്പിക്കണം. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പൊതുവിലുള്ള അവരുടെ രീതിയായി എല്ലാ മിമ്പറുകളിൽ നിന്നും വസിയത്ത് ചെയ്യുന്ന യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അത് പൊതുവായ ഒരു പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുമാണ്. ഓരോ രക്ഷിതാവും നിർബന്ധമായും പഠിച്ചു വെച്ചേക്കുന്ന ചില ആയത്തുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസിയ്യത്താണത്. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം ഒരു പ്രവാചകനല്ല, പ്രവാചകനേക്കാൾ ഉയർന്ന ആളാണെന്നും ആ സ്ഥാനത്തുള്ള ആളാണെന്നും മുഫസ്സിറുകൾ അങ്ങനെയൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ നിരവധി വചനങ്ങൾ അദ്ദേഹം മകനെ ഉപദേശിച്ച ഉപദേശങ്ങളായി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതെല്ലാം ഓരോ മാതാവും പിതാവും മനസ്സിരുത്തി വായിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും തങ്ങളുടെ മക്കളിൽ അത് പ്രാവർത്തികമാക്കേണ്ടതുമാണ്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ ഇന്ന ശിർക ലദുൽമുൻ അലീം. ആദ്യമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദർശവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. പിന്നെ ആയത്തിന്റെ ഇടയ്ക്ക് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ചുള്ള ഉപദേശം അവിടെ വരുന്നു. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദരിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർള് എന്ന് പറഞ്ഞുകൊണ്ട് നാളെയെക്കുറിച്ചുള്ള പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ആ ഉപദേശങ്ങളിൽ വരുന്നു. യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ. മോനെ നമസ്കരിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്ന് പറയുന്നതിൽ ഈ ആരാധനകളെക്കുറിച്ചും സദാചാര കാര്യങ്ങളെക്കുറിച്ചും അവിടെ വരുന്നുണ്ട്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ മർലി മർഹ എന്ന് പറഞ്ഞതിൽ സ്വഭാവ രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക എന്ന് പറയുന്നിടത്തും അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ വസിയ്യത്തുകൾ വിശാലമായി
ഓരോ രക്ഷിതാവും ഓരോ മാതാവും പിതാവും പഠിക്കുകയും തങ്ങളുടെ കുട്ടികളിൽ അവരത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് റോൾ മോഡലുകളാകേണ്ടതുണ്ട്. അവർ നമ്മെ അനുകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മോടൊരു ചോദ്യം ചോദിച്ചാൽ ആരെങ്കിലും ചോദിക്കുകയാണ്, നിന്നെപ്പോലെ എൻ്റെ മക്കളുമാകട്ടെ എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചാൽ, അതെ, എന്നെപ്പോലെയാണ് എൻ്റെ മക്കളാകേണ്ടത് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര രക്ഷിതാക്കൾ ഉണ്ടാകും, എത്ര മാതാക്കൾ ഉണ്ടാകും, എത്ര പിതാക്കൾ ഉണ്ടാകും? ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെയോ അറിവിൻ്റെയോ കാര്യത്തിലല്ല, അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റമുണ്ടാകും. എന്നാൽ ഇസ്ലാമികമായ ജീവിത രീതികളിൽ എന്നെപ്പോലെ എൻ്റെ മക്കളുമാവണം എന്ന ധൈര്യത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി പറയാൻ നമുക്ക് കഴിയുമാറാകണം. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രക്ഷിതാക്കൾ എന്ന് പറയുന്നത്, ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത് ടാങ്ക് പോലെയും മക്കൾ എന്ന് പറയുന്നത് ടാപ്പ് പോലെയുമാണ് എന്ന്. ടാങ്കിൽ എന്താണോ ഉള്ളത് അതാണ് ടാപ്പ് തുറന്നാൽ ആ ടാപ്പിലൂടെ കിട്ടുക. ശുദ്ധജലമാണ് ടാങ്കിലുള്ളത് എങ്കിൽ ടാപ്പിലൂടെ വരുന്നത് ശുദ്ധജലമായിരിക്കും. അത് വൃത്തികെട്ട മലിനമായ ജലമാണ് എങ്കിൽ ആ ടാപ്പിലൂടെ വരുന്നത് മലിനജലമായിരിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ എങ്ങനെയാണോ അതുപോലെയാണ് മക്കൾ ഉണ്ടാവുക. ആ മാതൃകകളാകാൻ, റോൾ മോഡലുകളാകാൻ സാധിക്കേണ്ടതുണ്ട്. എൻ്റെ ഉപ്പയിൽ നിന്നാണ് ഞാനത് പഠിച്ചത് എന്ന് പറയാൻ കുട്ടികൾ അനുകരിക്കുന്നുണ്ട്. അനുകരണ ഭ്രമം ആ കുട്ടികളിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാതാപിതാക്കളെയാണ് ആദ്യമായി അവർ അനുകരിക്കുന്നത്, പിന്നെ അധ്യാപകരെ അനുകരിക്കും. അതുപോലെ മറ്റു പലരെയും അവർ റോൾ മോഡലുകളായി സ്വീകരിക്കാറുണ്ട്. ആ കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? കുട്ടികൾ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് അവർ സ്വന്തമായി ഊഞ്ഞാല് കെട്ടി അതിലെന്തെങ്കിലും ഒരു വടി വെച്ച് കുട്ടികളെപ്പോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ഉമ്മയിൽ നിന്ന് ശീലിക്കുന്ന ഒരു ശീലമാണ്. ഒരു പക്ഷേ ആ വണ്ടി ഓടിക്കുന്ന കുട്ടികളെ കാണാൻ, കുട്ടികളായി കളിക്കുമ്പോ അവർ ഭൂ എന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കുമ്പോ വാപ്പാന്റെ വണ്ടി കയറിയിട്ട് വാപ്പ ആ സ്റ്റാറിങ് തിരിക്കുന്ന മാതിരി ആ സ്റ്റൈലും രൂപവും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ആ കുട്ടി ആ ചെയ്യുന്നത്. അതുപോലെ മതപരമായ കാര്യങ്ങളിലും നമ്മെ റോൾ മോഡലുകളാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ സ്വഭാവ മഹിമയും കാര്യവും നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത് പോലെ ശിശു മനഃശാസ്ത്രം, കുട്ടികളുടെ അടുക്കൽ കുട്ടികളാവുക എന്ന രീതിയും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾക്കാർക്കെങ്കിലും കുട്ടികളുണ്ടോ എങ്കിൽ നിങ്ങൾ കുട്ടികളാവുക എന്ന് പ്രവാചകൻ പറയുന്നു. അവരുടെ മനസ്സോടുകൂടി അവരുടെ അടുക്കൽ പെരുമാറ്റം, സ്വഭാവം എല്ലാം അങ്ങനെയാണ്. ആ രൂപത്തിലാണ് അഭിസംബോധന. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ യാ ബുനയ്യ, ഖുർആനിന്റെ പ്രയോഗം നോക്ക്, പൊന്നുമോനെ, യാ ബുനയ്യ. അങ്ങനെ വിളിച്ചാൽ നേരെ തിരിച്ച് യാ അബത്തി, എൻ്റെ പ്രിയ പിതാവേ എന്ന് തിരിച്ചു വിളിക്കാൻ അവർ പ്രാപ്തരാകും. അങ്ങനെയാണ് ഖുർആനിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ യാ ബുനയ്യ, നമ്മൾ സാധാരണ നമ്മളെ മക്കളെ കുഞ്ഞോളെ, വാപ്പോ, മാനെ എന്നൊക്കെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന വിളികളുണ്ടല്ലോ, അതുപോലെ അവരെ അഭിസംബോധന ചെയ്യുവാനും എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ സ്നേഹിക്കുകയാണ് എന്നവർക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയൊരു സ്നേഹവും ഒരു അംഗീകാരവും അവർക്ക് വീടുകളിൽ നിന്നോ കുട്ടികളിൽ നിന്ന്, കൂട്ടുകാരും മറ്റുള്ളവരിൽ നിന്നോ ലഭിക്കാത്തത് കൊണ്ടാണ് കാണുന്ന ആളുകളോടൊപ്പം പലപ്പോഴും അവർ ഇറങ്ങിപ്പോകുന്നത് എന്നത് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാരണമാണ്. ഒരിക്കലും അവർ നമുക്ക് നാശത്തിൻ്റെ കാരണമാകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ ബാപ്പാന്റെ മുഖത്ത് നോക്കി ഉഫ്ഫില്ലക്കുമാ, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ മകനെ പോലെ ഒരിക്കലുമാകാൻ പാടില്ല. ഖുർആൻ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് കാണിച്ചുകൊണ്ട്, ആ റബ്ബേ, എന്നെ വഴിപിഴപ്പിച്ച ആളുകളെ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വെച്ച് ഞാൻ അവരെ ഒന്ന് ചവിട്ടി താഴ്ത്തട്ടെ എന്ന് നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ മക്കൾ പറയാൻ ഇടവരരുത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 41-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നു, വഖാലല്ലദീന കഫറു റബ്ബനാ അരിനല്ലദീന അളല്ലനാ മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഞങ്ങളെ
പഴപ്പിച്ചവരാരാണ്? ഒന്നിങ്ങോട്ട് കാണിച്ചുണ്ടാ റബ്ബേ, ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ. എന്നിട്ട് ഞങ്ങൾ നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് അവരെ ഞങ്ങൾ ചവിട്ടി താഴ്ത്തട്ടെ എന്ന് പറയുന്ന ഒരു ആവശ്യം നമ്മെക്കുറിച്ച് നമ്മുടെ മക്കൾ പരലോകത്ത് നിന്ന് പടച്ചോനോട് ഉന്നയിക്കാൻ ഇടവരരുത്. അതിനനുസരിച്ചുകൊണ്ട് അവരെ പോറ്റി വളർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പിതാവ് വന്നുകൊണ്ട് പരാതിപ്പെട്ടത് നാം കേട്ടിട്ടുണ്ട്. ആ പിതാവ് പറഞ്ഞത് എൻ്റെ മകൻ എന്നെ പീഡിപ്പിക്കുന്നു എന്നാണ്, ഉപദ്രവിക്കുന്നു എന്നാണ്. ആ മകനെ ഹാജരാക്കി. എന്നിട്ട് ആ മകനോട് ചോദിച്ചു, നീ നിന്റെ പിതാവിനെ പീഡിപ്പിക്കുന്നുണ്ടോ, ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് അത് ശരി തന്നെ, എന്നോട് എൻ്റെ ഉപ്പ പാലിക്കേണ്ട വല്ല ബാധ്യതയും കടമയുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. എന്താണത് എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, അയ്യന്തഖിയ ഉമ്മഹു, നിനക്ക് നല്ലൊരു ഉമ്മാനെ തരണം, നല്ലൊരു മാതാവിനെ, നിന്നെ ശിക്ഷണത്തോടു കൂടി വളർത്താൻ പറ്റുന്ന അറിവുള്ള, കഴിവുള്ള, പ്രാപ്തയായ ഒരു ഉമ്മയെ നിനക്ക് തരേണ്ടത് നിന്റെ വാപ്പാന്റെ ചുമതലയായിരുന്നു. അതുപോലെ വയുഹസ്സിൻ ഇസ്മഹു, നല്ലൊരു പേരിടണം, നല്ലൊരു പേര് നിനക്കിടേണ്ടതുണ്ട്. വയുഅല്ലിമഹുൽ കിതാബ വസ്സുന്ന, നിന്നെ വേദവും അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യയും പഠിപ്പിക്കണം. ഇതൊക്കെ വാപ്പ എന്നോട് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ ഈ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന അബി ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക, ഈ പറഞ്ഞതൊന്നും എൻ്റെ വാപ്പ എന്നോട് ചെയ്തിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും എൻ്റെ ഉപ്പ ചെയ്തിട്ടില്ല. അമാ ഉമ്മി ഫഇന്നഹാ സിൻജിയത്തുൻ കാനത് ലി മജൂസിയിൻ, എൻ്റെ അമ്മ ഒരു അടിമയായ, തീയാരാധകയായ, എന്താണ് വിശ്വാസമെന്നറിയാത്ത, ആദർശമെന്നറിയാത്ത ആ രൂപത്തിലുള്ള ഒരു ഉമ്മയാണ് എനിക്കുള്ളത്. വഖദ് സമ്മാനി ജുഅല, എനിക്ക് പേരിട്ടത് ജുഅല എന്നാണ്. അതിൻ്റെ അർത്ഥം കരിവണ്ട് എന്നാണ്. അപ്പൊ നമുക്ക് പേരിനടുത്ത് വരെ എന്തോ ഒരു ശബ്ദം ഉണ്ടായാൽ മതിയല്ലോ, അർത്ഥം എന്താണെന്നൊന്നും നോക്കണ്ട. രണ്ടുപേരുടെയും ആദ്യത്തെ അക്ഷരം കൂട്ടിയാൽ എന്ത് ശബ്ദമുണ്ടാകുന്നുവോ, എന്തോ ഒരു ശബ്ദം എന്നതിൽ കവിഞ്ഞ് വേറൊന്നും നമ്മൾ ഉദ്ദേശിക്കാറില്ല. അതുപോലെ എനിക്കിട്ട പേരങ്ങനെയാണ്. വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫൻ വാഹിദ, അള്ളാന്റെ കിതാബ് ഒരു ഹർഫ് പോലും എൻ്റെ വാപ്പനെ പഠിപ്പിച്ചിട്ടില്ല, വാപ്പയും പഠിപ്പിച്ചിട്ടില്ല. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഈ പരാതിയുമായി വന്ന വാപ്പാനോട് പറഞ്ഞത്, നിങ്ങളെ കുട്ടി നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുട്ടിയെ ഉപദ്രവിച്ചു, അവൻ നിങ്ങളെ ധിക്കരിക്കുന്നതിന് മുമ്പ് അവനോട് നിങ്ങൾ അവഗണന കാണിച്ചു, ചെയ്തതിൻ്റെ ഫലമാണിത് എന്നാണ്. നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അവരുടെ പ്രാർത്ഥന, ആ മക്കളുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ദറജകൾ ഉയർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ജീവിതകാലത്തും മരണപ്പെട്ടതിന് ശേഷവും അവർക്ക് സാധിക്കുന്ന വിധത്തിൽ അവരെ നാം പോറ്റി വളർത്താൻ തയ്യാറാകേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ ഈ ബാലവാടികൾ, അംഗനവാടികളിലൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് ഈ ആംഗ്യപ്പാട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാടാറുണ്ടായിരുന്നല്ലോ. ഉപ്പാ നിങ്ങൾ കരയരുതേ, ഉമ്മ കണ്ണീർ വാർക്കരുതേ, നാളെ ഞങ്ങൾ നിങ്ങൾക്കെതിരിൽ സാക്ഷി പറഞ്ഞാൽ കരയരുതേ. ആ വരി ഒന്ന് കേട്ടു നോക്കണം. ഉപ്പാ നിങ്ങൾ കരയരുതേ, ഉമ്മ കണ്ണീർ വാർക്കരുതേ, നാളെ ഞങ്ങൾ നിങ്ങൾക്കെതിരിൽ സാക്ഷി പറഞ്ഞാൽ കരയരുതേ. ആലോചനയോടുകൂടി നമ്മുടെ മക്കൾ മുത്താണ്, മാണിക്യമാണ്, ഒക്കെ ശരിയാണ്. അവർക്കെല്ലാ ഭൗതിക സുഖങ്ങളും നൽകുന്നതോടൊപ്പം ദീനി ചിട്ടയോടുകൂടി അവരെ വളർത്താൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അതാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങളെ നൽകി മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിർവഹിച്ച് ഇസ്ലാമിൻ്റെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന മക്കളായി വളരുന്ന അങ്ങനെയുള്ള മക്കൾ നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദുല്ലാഹി വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ,
അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ശ്രദ്ധയിലുണ്ടാവേണ്ടതുണ്ട്. ഇനി ആരുടെയെങ്കിലും 16-ാം തീയതി അതിൻ്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ആ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ പുതിയ വോട്ടുകൾ ഉണ്ടാക്കേണ്ട ആളുകളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ട രേഖകളുമായി അക്ഷയ സെൻ്ററുകളിൽ ചെന്ന് ആ വോട്ടുകൾ ഉണ്ടാക്കി നമ്മൾ ഇവിടെ വോട്ടിൻ ചെയ്യാൻ അർഹരായ ആളുകളാണ് എന്ന് രൂപത്തിൽ വോട്ട് ഉണ്ടാക്കിയെടുക്കണം. സമ്മതിദാന അവകാശം ഒരു വലിയ അവകാശമാണ്. അതിനുവേണ്ടി എല്ലാവരും ആ ബോധമുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ഇസ്സത്തോടുകൂടി, പ്രൗഢിയോടുകൂടി, പ്രതാപത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മളെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളായി വളരുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരായ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗബാധിതരായിട്ടുള്ള ആളുകൾക്കെല്ലാം നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അത്തരത്തിലുള്ള വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.